അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിലെ എല്ലാ രാത്രികളും പകലുകളും വളരെ മഹത്വമേറിയതാണ്. എന്നാൽ അതിൽ ഒരു രാത്രി ലൈലത്തുൽ ഖദർ 1000 മാസത്തിനേക്കാൾ പവിത്രതയുള്ള മഹത്വമുള്ള, ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. സൂറത്തുൽ ഖദറിൽ അല്ലാഹു പറഞ്ഞു, 1000 മാസത്തിനേക്കാൾ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദർ ഉണ്ട്. 1000 മാസം എന്ന് നാം കണക്കൂട്ടിയാൽ ഒരു 83 വർഷത്തിന്റെ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു രാത്രിയാണ്. അത് നിങ്ങൾ അവസാനത്തെ 10-ൽ, അതിന്റെ ഒറ്റ രാത്രികളിൽ മാത്രമല്ല, അവസാനത്തെ 10-ൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ അവസാനത്തെ 10-ൽ നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ കാത്തിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള ഇന്ന് മുതൽക്കുള്ള എല്ലാ രാത്രികളും ഒരുപാട് നന്മകൾ ചെയ്യാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രധാനമായും ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി നമ്മൾക്ക് മനസ്സിലായാൽ എന്താണ് ആ രാത്രിയിൽ ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിനോട് മാഫ് ചോദിക്കുകയാണ് വേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമുക്ക് അള്ളാഹുവിനോട് മാഫ് ചോദിക്കാം. 2 കാര്യമാണ് പ്രധാനമായി നാം ചോദിക്കേണ്ടത്. ഒന്ന് അള്ളാഹുവിന്റെ മാഫുമാണ്, അള്ളാഹു മാഫ് ചെയ്യലിന് അഫ്വാണ്, അള്ളാഹുവിന്റെ അഫ്വാണ് ചോദിക്കേണ്ടത്. മറ്റൊന്ന് ആഫിയത്താണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. ഇനിയുള്ള 10 രാത്രികൾ സുബഹി വരെ നന്മ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ നമ്മളിൽ നിന്ന് പലർക്കും അത് സാധ്യമല്ല. കാരണം രാവിലെ ജോലിക്ക് പോകണം, അതുപോലത്തെ ചില വിഷയങ്ങൾക്ക് രാത്രി മുഴുവനും ഉറക്കൊഴിക്കാൻ സാധിക്കാത്തവർ, മഹാന്മാർ പറയുന്നത് പോലെ ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്തുകളും ആയത്തുകളും അതുപോലെ തന്നെ ദിക്റുകളും പതിവാക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്തുകളുണ്ട്. ഖുർആനിൽ തന്നെ ആയത്തുകളും സൂറത്തുകളുമുണ്ട്. അതിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. മഹാന്മാർ എണ്ണി പറഞ്ഞത് ഞാൻ പറയുകയാണ്. ആയത്തുൽ കുർസി എന്നുള്ളത് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 പ്രകാശം എനിക്ക് നൽകപ്പെട്ടു, ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെടാത്ത 2 പ്രകാശം. അതൊന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗമാണ്. നാം ഹദ്ദാവിലോതും, പിന്നെ സൂറത്തുൽ ബഖറയുടെ തുടക്കം ഓതും, അതിന്റെ ആയത്തുൽ കുർസി ഓതും. അതുപോലെ തന്നെ ലില്ലാഹി മാ ഫിസ്സമാവാതി മുതൽ ആ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം വരെ ഹദ്ദാദ് ഓതുകയാണെങ്കിൽ അത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സൂറത്തുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം ഒരാൾ രാത്രിയിൽ ഓതിയാൽ അവനിക്ക് ആ രാത്രിയിൽ മതി എന്ന്, കഫത്താഹു, ആ ആയത്തുകൾ അവനിക്ക് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ ഖാമ ബിഹിമ ഫീ ലൈലത്തിൻ കഫത്താഹു, അവനിക്ക് അത് എന്തായി മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തു സൽസല, അത് എപ്പോഴും മുതൽ സുന്നത്തുള്ള ഒരു സൂറത്തുകളിൽപ്പെട്ടതാണ്. അത് ഖുർആനിന്റെ പകുതിയോട് സമമാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓതുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതിയ ഒരു മഹത്വം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തു കാഫിറൂന, പല നിസ്കാരങ്ങളിൽ പോലും സുന്നത്തായി വന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂന, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത്. അത് ഖുർആനിന്റെ 4-1 സമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
മുനാഫിഖ് ഓതാത്തതായ ഒരു സൂറത്താണ്, മുഅ്മിനീങ്ങൾ ഓതുന്ന ഒരു സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതിന്റെ അകത്ത് അങ്ങനെ ഒരു മഹത്വം അതിനുണ്ട്. അപ്പോൾ സൂറത്തുൽ കാഫിറൂന, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുർആനിന്റെ 1/3 സമമാകുന്ന ഒരു സൂറത്താണ്. അതുപോലെ തന്നെ യാസീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിന്റെ ഖൽബാണ്, ഹൃദയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്തിനു വേണ്ടി യാസീൻ ഓതുന്നുണ്ട് അത് ലഭിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ 10 പ്രാവശ്യം ഓതിയതിന്റെ കൂലി അതുമായി ലഭിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുപോലെ തന്നെ തസ്ബീഹുകൾ അധികരിക്കുക. തസ്ബീഹ് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നിസ്കാരത്തിന്റെ പുറത്ത് തസ്ബീഹ് ചെല്ലുന്നതിനേക്കാൾ നിസ്കാരത്തിൽ തസ്ബീഹ് ചെല്ലുമ്പോൾ അത് വലിയ ഒരു കൂലിയാണ്. തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ തസ്ബീഹ് നിസ്കാരം അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹുണ്ട്, തഹ്മീദുണ്ട്, തഹ്ലീലുണ്ട്, തക്ബീറുണ്ട്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെയുള്ള 5 ഇനം വലിയ മഹത്വമുള്ള ദിക്റുകൾ നമ്മൾക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. 300 പ്രാവശ്യം വരെ. ഇപ്പൊ സുബ്ഹാനല്ലാഹ് 300 ആണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതെല്ലാം ഒരു തസ്ബീഹ് നിസ്കാരം കൊണ്ട് 300 തസ്ബീഹ് ചെല്ലുമ്പോൾ 300 തഹ്മീദും തക്ബീറും തഹ്ലീലും അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത എല്ലാം കിട്ടുന്ന 4 റക്അത്ത് നിസ്കാരമായി, ദിക്റുമായി, തസ്ബീഹായി എല്ലാം ആകുന്ന ഒരു നിസ്കാരമാണ്. അപ്പൊ തസ്ബീഹ് നിസ്കാരം ഇന്ന് രാത്രി മുതൽ എല്ലാ റമദാൻ തീരുന്നത് വരെ എല്ലാ രാത്രികളിലും നാം നിസ്കരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ തട്ടപ്പെടാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അത് ധാരാളം നാം വർദ്ധിപ്പിക്കണം. ഒരുപാട് സ്വലാത്തുകൾ വന്നിട്ടുണ്ട്, വലിയ സ്വലാത്തുകൾ. ആ വലിയ സ്വലാത്തുകൾ വലിയ സ്വലാത്തുകൾ ഒന്നൊന്ന് വീതം നാം ചൊല്ലുക. അതുപോലെ തന്നെ ചെറിയ സ്വലാത്തുകൾ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, ആ സ്വലാത്തുകൾ നമുക്ക് ധാരാളം ചൊല്ലാം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളം പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിനോട് മാഫ് ചോദിക്കുക. അതുപോലെ തന്നെ ആഫിയത്തിന് ചോദിക്കുക. ഈമാൻ ലഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ആഫിയത്ത്. ആഫിയത്തില്ലെങ്കിൽ നമുക്ക് ഒരു ഫുഡും വേണ്ട, ഒരു ഭക്ഷണവും വേണ്ട, ഒന്നിനും നമുക്ക് സമാധാനമില്ല. എന്നിനും നമുക്ക് എന്ത് വേണം? ആഫിയത്ത് വേണം. അപ്പൊ അള്ളാഹുവിനോട് ആഫിയത്തും അഫുവും ചോദിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ കുടുംബത്തിൽ ജീവിച്ചിട്ടുള്ളവരും മരിച്ചിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നാം എന്താക്കുക? പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്വതക്ക നൽകുക. മാത്രമല്ല നമ്മൾക്കുള്ള നാവും കണ്ണും ചെവിയും അതുപോലത്തെ മനസ്സെല്ലാം അള്ളാഹു തന്ന എല്ലാ അവയവങ്ങളും നാം എന്ത് ചെയ്യുക? എല്ലാ ദോഷങ്ങളെ തൊട്ടും അനാവശ്യ വാക്കുകളെ തൊട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അന്ന് രാത്രിയിൽ, അതായത് ലൈലത്തുൽ ഖദ്ർ എപ്പോഴും നമുക്കറിയില്ല. അപ്പോ ഇനിയുള്ള രാത്രികൾ അതിനു വേണ്ടി നാം എല്ലാ രാത്രികളും ഇങ്ങനെയുള്ള ചെറിയ അമലുകൾ ചെയ്യണം. വലിയ മഹത്വമുള്ള അമലുകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാള് മഗ്രിബ് ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ അവനിക്ക് ലൈലത്തുൽ ഖദറിന്റെ വലിയൊരു മഹത്വം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള രാത്രികൾ മഗ്രിബ് ഇശാ നമുക്ക് നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, മഗ്രിബും ഇശായും മാത്രമല്ല, ഒരാള് ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി കാലം നിസ്കരിച്ചതുപോലെയാണ്. അതുപോലെ തന്നെ സുബഹി നിസ്കാരം ഒരുത്തൻ ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ മറ്റേ പകുതി നിസ്കരിച്ചതുപോലെയാണ്. അപ്പോ സുബഹിയും ഇശാവും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ ഒരു പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് മഹത്വമുള്ള ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അദീം എന്നത് 3 പ്രാവശ്യം ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബ്ഇ വറബ്ബിൽ അർശിൽ അദീം എന്നത് 3 പ്രാവശ്യം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഒരു
അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയെ പറ്റി നിബിധങ്ങൾ പറഞ്ഞത് അതിനെ ഒരാൾ പതിവാക്കി കൊണ്ടു നടന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്, അവൻ അഹ്സാഹ ദഖലൽ ജന്ന എന്നാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നിസ്കാരം നാം തറാവി നിസ്കരിക്കും. അതുപോലെ തന്നെ തറാവിനേക്കാൾ പോരിശയാകപ്പെട്ടതാണ് വിത്ർ നിസ്കാരം, 11 റക്അത്തുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലുള്ള നിസ്കാരം, മഗ്രിബിന്റെ മുമ്പും ശേഷവും ഇശാഇന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ സുബഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ഇതെല്ലാം ഇനിയുള്ള രാത്രികളിൽ ഒന്നും നഷ്ടപ്പെടുത്താതെ നാം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തു സജദ നാം പതിവാക്കണം, ഇനിയുള്ള രാത്രികളിൽ പ്രത്യേകിച്ചിട്ടും. സൂറത്തു സജദ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 സൂറത്തുകൾ ഓതാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല, ഹദീസിൽ കാണാം. അതൊന്ന് സൂറത്തു സജദയാണ്, മറ്റൊന്ന് സൂറത്തുൽ മുൽക്കാണ്. ഈ 2 സൂറത്തുകൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മഹത്വമേറിയ ഒരു സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തു ദുഹാന്, അത് ദോഷം പൊറപ്പിക്കുന്ന ഒരു സൂറത്താണ്. എല്ലാ രാത്രിയിലും അതിൽ സുന്നത്തുള്ള ഒരു സൂറത്തിൽ പെട്ടതാണ്. അത് ഈ രാത്രിയിലെങ്കിലും നാം പതിവാക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ, ദാരിദ്ര്യം, 2 ലോകത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സൂറത്തുകൾ നാം പതിവാക്കണം. അതുപോലെ തന്നെ ഖുർആൻ നാം ഖത്തം തീർക്കും. ഖുർആൻ ഫുള്ളായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അതിന്റെ ജുസുകൾ രാത്രി കാലങ്ങളിൽ ഇനി കൂടുതൽ ഓതാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയാം, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അതല്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക. നാം ചെയ്ത നന്മയെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നാം യാചിക്കുക, അള്ളാഹുവിനോട് നാം കരയുക, ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയും അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയും. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നേടിയവരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിസ്കാരം കൃത്യമായി നാം നിർവഹിക്കുക. അതുപോലെ തന്നെ ഈ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അക്ഷരം തെറ്റാതെ, ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ സ്പീഡിലായി ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ട് അക്ഷരം തെറ്റിപ്പോയാൽ അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ നാം സന്തോഷത്തോടുകൂടെ ദിക്റുകളെല്ലാം ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ വലിയ വലിയ മഹത്വങ്ങളുള്ള സൂറത്തുകളെല്ലാം ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ലഭിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വലിയൊരു ഭാഗ്യമാണ്. 83 വർഷത്തിന്റെ മഹത്വങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാൽ എത്ര വലിയ പോരിശയായി നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു വർഷത്തിൽ എവിടെയാണ് കിട്ടാനുള്ളത്? ഇനിയുള്ള 10 ദിവസങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയൊരു ഭാഗ്യമായി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.